ഒന്ന് അടിപൊളി ഒരു പപ്പായ കിച്ചടി വയ്ക്കാം. പപ്പായ കിച്ചടി എന്ന് പറയുമ്പോൾ പപ്പായയുടെ ഗുണങ്ങൾ ഞാൻ ഒത്തിരി വീഡിയോയിൽ പറഞ്ഞിട്ട് പപ്പായയുടെ കിച്ചടി നമുക്ക് അടിപൊളിയായിട്ട് വയ്ക്കാം. അത് നമ്മൾ തോരൻ അരിയുന്ന പോലെ അത്ര സ്മൂത്തായിട്ട് അരിയണ്ട, പക്ഷേ നമുക്കല്ലാണ്ട് പപ്പായ കിച്ചടി നമുക്ക് അരിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അത് ഇത് ഇങ്ങനെ അരിഞ്ഞാൽ മതി, നമ്മൾ ഒരുപാട് തീരെ ചെറുതാക്കണ്ട. അപ്പോൾ കിച്ചടി ഈ ഒരു ലെവലിൽ അരിഞ്ഞാൽ മതി. പപ്പായ കിച്ചടി വയ്ക്കാനായിട്ട് നമുക്ക് പിന്നെ ഇങ്ങനെ അരിഞ്ഞാൽ മതി. പപ്പായ കിച്ചടി എന്ന് പറയുമ്പോൾ പപ്പായയുടെ ഗുണങ്ങൾ വളരെ ഇതാണ്. അപ്പോൾ നമുക്ക് പപ്പായ കൊണ്ടൊരു കിച്ചടി അടിപൊളിയായിട്ട് നമുക്കുണ്ടാക്കാം. നമ്മൾ പപ്പായയിൽ ഒരു 3 പച്ചമുളകും കൂടെ നമ്മൾ അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ തേങ്ങയുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. തേങ്ങ നമ്മൾ നന്നായി അരച്ചെടുക്കുക. ഇതുപോലെ തന്നെ മുളക് പൊടി ഒന്നും ചേർക്കാതെ തന്നെ ഇതുപോലെ തന്നെ അരച്ചെടുക്കണം. നമ്മൾ ഈ കടുക് വെച്ചേക്കണം എന്ന് പറയുമ്പോൾ തേങ്ങ നന്നായി അരഞ്ഞ ശേഷം ഈ കടുകും കൂടെ ഇട്ട് ഒരു 2 സെക്കൻഡ് നമ്മൾ ഒന്നും കൂടെ